നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഭാവനയുടെ വസന്തം മിന്നിമറയുന്ന ജീസസ് കിഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതിയും ജീവനും കോർത്തിണങ്ങുന്ന ദൃശ്യവിരുന്ന്. ആ വിരുന്നിനെത്തുന്ന നമ്മുടെ കൂട്ടുകാർ. കൂടാം അവരോടൊപ്പം കാട്ടിലെ കൂട്ടുകാർ. സൂപ്പർ. എന്തൊരാഴമുള്ള ചിന്തകളാ. അതങ്ങോട്ട് വായിക്കുമ്പോണ്ടല്ല ജീവിതത്തിലെ പകർത്തേണ്ട പല കാര്യങ്ങളും കിട്ടും. ശരിയാ. പുസ്തക വായന എന്ത് രസമുള്ള കാര്യാണോ. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. എനിക്കുണ്ടല്ല ആദ്യം വായന വലിയ ഇഷ്ടമുള്ള കാര്യം ആയിരുന്നില്ലേ. പിന്നെ ഗംഭീർ എങ്ങനെയാ വായനയിലേക്ക് വന്നത്? വെറുതെ ഇരുന്ന് മടുത്തപ്പോ ഒരു ദിവസം ഒരു പുസ്തകം അങ്ങോട്ട് ഇരുന്ന് വായിച്ചു. സമയം പോയത് അറിഞ്ഞില്ലേട്ടാ. അങ്ങനെ വായന ഒരു ഹരായി. ഇപ്പൊ എന്ത് പുസ്തകം കിട്ടിയാലും അപ്പരുന്ന് വായിക്കും. അതേതായാലും നന്നായി. മക്കളെ എങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ചോ? പിന്നില്ലണ്ട് സാറ്, വളരെ രസത്തോടെ വായിച്ചു. മടി പിടിച്ച് വീട്ടിലിരുന്ന് മടുത്തിരുന്നു സാറേ. നമ്മൾ വെറുതെ ഇരുന്നാൽ അലസരായി മാറും. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെറിയ ജോലികൾ നമ്മൾ ചെയ്യണം. ഞാൻ ചെറിയ തോതിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് സാറേ. വളരെ നല്ലത്. ഞാനേ അടുക്കളയിലെ അമ്മയെ സഹായിക്കും സാറേ. അത് വേണം. അമ്മമാർ എത്ര ബുദ്ധിമുട്ടിയാ നമുക്ക് ആഹാരം വെച്ചുണ്ടാക്കി തരുന്നത്. ആ കഷ്ടപ്പാടുകളിൽ അവർക്ക് ചെറിയ ഒരു സഹായം നമ്മൾ ചെയ്യണം. സാറേ, ഞങ്ങള് കുറച്ച് പുസ്തകം കൊണ്ടുപോക്കോട്ടെ? കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഫുൾ ടൈം വായനയുമായി ഇരിക്കരുത്. ഇല്ല സാർ, ഞങ്ങൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകും. നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ വശത്താക്കുന്നത് നല്ലതാ. ഭാവിയിൽ നമ്മുടെ അലസത, മടി എന്നിവയൊക്കെ മാറാൻ സഹായിക്കും. ഞങ്ങളിനി മടിയൊന്നുമില്ലാണ്ട് നല്ല കുട്ടികളായിട്ട് ജീവിക്കും സാർ. വളരെ നല്ലത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകട്ടെ. എങ്കിലേ ഞങ്ങൾ പോയിക്കോട്ടെ സാറ്. അങ്ങനെ ആകട്ടെ മക്കളെ. നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ. വളരെ ഉപകാരം സാറേ. താങ്ക് യു സാർ. ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഓ, പപ്പീസേ പപ്പീസേ, എന്താ അമ്മ ഇത്? എന്ത് കുട്ടിയായത്? ഓ, ഭക്ഷണം ഉറക്കം ഉറക്കം ഭക്ഷണം. ഒന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ. എന്തൊരു കഷ്ടായത്. ഒന്ന് എഴുന്നേക്ക്, എനിക്ക് ചന്തയിൽ പോകാനുള്ളതാ. മോൻ ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. ഭക്ഷണം? ഭക്ഷണകാര്യം പറഞ്ഞപ്പോ എന്താ പിന്നില്ലേ, വിശന്നിട്ട് പാടില്ലേ. മാറിയെന്ന്. എന്റെ ദൈവമേ, ഇവന്റെ ഒരു കാര്യം, ഇവനെ ഒന്ന് നേർവഴിക്ക് നടത്തണേ.
ദേ പപ്പീസേ, ഏ ഞാൻ ചന്തയിൽ പോയി വരുമ്പോഴേക്കും മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന വിറക് മൊത്തം വിറക് പുരയിൽ അടുക്കി വെക്കണം. ഏ, വിറകെടുക്കാനോ? ആ, ഞാനോ? എന്താ പറ്റില്ലേ? എനിക്ക് വയ്യ. ഹ, പപ്പീസേ, നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് ശരിയല്ല. തന്നാലാവുന്നത് ചെയ്യണം. ഓ എന്റെ അമ്മോ, ഒരല്പം ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ശിക്ഷേ. ആ പിന്നെ നോക്ക്, ഉം. ഞാൻ ചന്തയിൽ പോവാ. തിരിച്ചു വരുമ്പോഴേക്കും വിറക് അടുക്കിയില്ലെങ്കിൽ അപ്പ കാണാം. ആ, ശ്ശെടാ. അവന്റെ ഒരു ഇത് വലിയ കളി. ഇവൻ കഷ്ടമായി നന്നാവൂന്ന് പോയല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. നല്ലൊരു മുടക്ക് ദിവസമായിട്ട് നല്ലൊരു ചെയ്താ ചെയ്തത്. ഹോ, പപ്പീസിനോട് വഴക്കിട്ട് സമയം പോയി. ഇനി എപ്പോഴാണോ ചന്തയിൽ പോയിട്ട് തിരിച്ചു വരിക? ഹോ, എത്ര ഉപദേശിച്ചിട്ടും പപ്പീസിനൊരു മാറ്റവും ഇല്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ മോന് നല്ല ബുദ്ധി തോന്നിക്കണേ. ആ, എങ്ങോട്ടാ അത്ര ധൃതിയിൽ? ഒന്ന് പറയണ്ട എൻ്റെ സാറേ. എൻ്റെ മോൻ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. സാറേ, എൻ്റെ മോൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചു വരുമായിരുന്നു. പപ്പീസിന് എന്താ പറ്റിയത്? ഓ, എന്തു പറയാനാ, അവന് ഭക്ഷണം ഉറക്കം, ഉറക്കം ഭക്ഷണം, ഈ ഒരു വിചാരേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സാറേ, ഒരു പണിയും ചെയ്യില്ല, മടി പിടിച്ച് ഒരേ കിടപ്പാ. അതൊക്കെ ശരിയാകും, വിഷമിക്കാതെ. എപ്പം നന്നാവൂന്നാ ഞാൻ ഓർക്കണ്ടേ. അവന്റെ കൂട്ടുകാരൊക്കെ വളരെ മിടുക്കരാണല്ലോ. സ്വയം തൊഴിൽ ചെയ്ത് പണമുണ്ടാക്കുന്നവർ വരെ അവരുടെ കൂട്ടത്തിലുണ്ട്. അതൊന്നും അവനൊരു പ്രശ്നമല്ല സാറേ. അതൊക്കെ റെഡിയാകും, നിങ്ങൾ വിഷമിക്കാതെ. അവൻ നന്നായി കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സാർ. ധൈര്യമായിരിക്കെ, പപ്പീസ് നല്ല കുട്ടിയാകും. ഓ ദൈവമേ, നീയേ രക്ഷയുള്ളൂ. ആ ചെല്ല്. അമ്മ വരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും വിറകെടുക്കണം. എന്താണ് ഒരു വഴി? എന്തായാലും എന്നെ കൊണ്ട് കഴിയില്ല. അമ്മ വരുമ്പോഴേക്കും വിറകടിക്കാൽ അതൊരു ക്രെഡിറ്റ് ആവും. പക്ഷേ ശടാ, ഏതെങ്കിലും രീതിയിൽ സംഗതി ഒപ്പിച്ചാൽ ഞാൻ നല്ലവനായി, മിടുക്കനായി. പപ്പീസ് ഇവിടെ ഉണ്ടാവോ? ദേ പപ്പീസ്. ദേ, ഇവനെന്താ പപ്പീസ് ഇരിക്കുന്നെ? മുറ്റത്തിരിക്കാനുള്ള വെറുതെ ചുമ്മാ. അതല്ല, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അല്ല, പപ്പീസിന്റെ അമ്മ ഓ, എന്തേ? അമ്മ ചന്തയെ പോയതാ. അല്ല, വിറക് മുറ്റത്ത് നേരത്തെ ഇട്ടിരിക്കുകയാണല്ലോ. ഇതെന്ത് പറ്റി? പപ്പീസ് വിറകിന്റെ പണിയിലായിരുന്നു അല്ലേ? അതേന്ന്, ഞാൻ ഈ വിറകൊക്കെ അടുക്കി വെക്കുകയായിരുന്നു. എവിടെയാ ദാ അടിക്കുന്നത്? അപ്പുറത്ത് വിറക് പുരയില്. വാ, കാണിച്ചു തരാം. വിറകടിക്കുന്ന വാ, വാ, വാ. കാണാനല്ലേ? ശ്ശെടാ, ഇതാ നല്ല കൂത്ത്. അവൻ ഇത്രയും മിടുക്കനായല്ലോ. വാ 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 വാ. ദാ, ദാ. കണ്ടോ കണ്ടോ, ഇത് കണ്ടോ? ഭംഗിയായിട്ട് അടുക്കിയേക്കുന്ന ശരിയാ, നന്നായിട്ടുണ്ട്. ആ, സൂപ്പർ, വളരെ നന്നായിട്ടുണ്ട്. പിന്നില്ലാതെ കൊറേ സമയം എടുത്ത് കാണില്ലേ വിറകെടുക്കാൻ? കുറെ സമയമോ? ഇതിനെനിക്ക് 10 മിനിറ്റ് വേണ്ടി വന്നില്ല. എന്താ, വിശ്വാസം വരുന്നില്ല അല്ലേ? വേണമെങ്കിലേ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. മുറ്റത്ത് വെടോളം വിറകുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഇത്രയും വൃത്തിയായിട്ട് അടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ശ്രമിച്ചു നോക്ക്. നല്ല ഭാവനയും കൃത്യതയും ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം സാധിക്കും. കരവിരുതും സൗന്ദര്യബോധവും കോർത്തിണക്കി ശ്രദ്ധയോടെ ചെയ്യേണ്ട ജോലി നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. സത്യമാണോ? അത് ശരിയാ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? വേണോ? ആ, ഒരു കാര്യം ചെയ്യാം, ശ്രമിച്ചു നോക്കാം നമുക്ക്. അത്രമാത്രം. എങ്കിൽ നേരം കളയാണ്ട് വാ, വേഗം പോവാ. വരൂ വരൂ. ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കണം. പാവങ്ങള് ഒക്കെ പെട്ടുവല്ലോ. 10 മിനിറ്റേ ഉള്ളൂ. കഷ്ടം, എന്റെ പണി അവരെടുത്തു. വേഗാവട്ടെ. എന്റെ അമ്മോ, അടുത്തു. എന്താ ചൂട്? അടുക്ക 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 വിറക് അടുക്ക്. പാവങ്ങള്. മെല്ലെ. അമ്മേ, എനിക്ക് മേലാണ്ടായി.
പറ്റുന്നില്ല. എന്റെ അമ്മോ, മടുത്തു. അല്പനേരം വിശ്രമിച്ചാലോ? ആ പപ്പീസ് 10 മിനിറ്റ് കൊണ്ട് വിറകടുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? കണ്ടു. നമ്മളിനി പിന്നോട്ട് പോയ മോശ. അമ്മയും 2 പണിക്കാരും ഒരു ദിവസം മടക്കിയ വിറകാതെന്ന് മണ്ടന്മാരറിഞ്ഞില്ല. സംഗതി ഏശി. പാവങ്ങള് കലക്കി. എന്തായാലും എൻ്റെ ബുദ്ധി നരക്കേടില്ലാതെ ഏശി. അമ്മ വരുമ്പോ ഞാൻ രക്ഷപ്പെട്ടു. പാവങ്ങള്. ആഹാ. ഓഹോ. കൊള്ളാം കൊള്ളാം. നിങ്ങളും എന്നെ പോലെ നന്നായി അധ്വാനിക്കുന്നവരാണ് കേട്ടോ. അങ്ങനെ ഇരിക്കാം. അപ്പൊ ഞങ്ങളും വിറകെടുക്കാൻ പഠിച്ചല്ലേ? ഇല്ലേ? തളർന്നു പോയിട്ടാ. ശരിയാ. തളരരുത്. അധ്വാനിക്കുന്നവന് ഒരിക്കലും തളരാൻ പാടില്ല. പിന്നെ എന്തിനാ ശ്രമിക്കുന്നത്? ശരിയാ. ഒന്നുമില്ല. എന്നാലും അങ്ങനെ അധ്വാനികളായ മണ്ടന്മാരെ കൊണ്ട് വിറകടുക്കി വെച്ചു. അമ്മയുടെ മുമ്പിൽ എനിക്ക് നല്ല ക്രെഡിറ്റ് ആയിരിക്കും. ഇനി അമ്മ വരുമ്പോഴേക്കും ഉറങ്ങിപ്പോയാലും പേടിക്കണ്ട, ജോലി ചെയ്ത് ക്ഷീണിച്ചുറങ്ങുകയാണെന്ന് കരുതും. പപ്പീസേ, മോനെ പപ്പീസേ. ആ മോനെ, നീ ഉറങ്ങിയോ? പാവം, ക്ഷീണിച്ച് ഉറങ്ങിയതാവും. ഓ, കിടപ്പ് കണ്ടില്ലേ? കഷ്ടം. എൻ്റെ മോൻ എന്തുമാത്രാ കഷ്ടപ്പെട്ടെ. ഈ സമയം കൊണ്ട് വിറക് മുഴുവനും അടുക്കിയില്ലേ? പാവം, മടുത്ത് കാണും. എൻ്റെ ദൈവമേ, നിനക്ക് നന്ദി. പാവം എൻ്റെ കുട്ടി. എൻ്റെ ദൈവമേ, എൻ്റെ മോനെ ഞാൻ ഒരുപാട് ശാസിച്ചു. പക്ഷേ അവൻ നല്ല കുട്ടിയായിട്ട് പണിയൊക്കെ തീർത്തു. എൻ്റെ മോൻ പാവാ. എൻ്റെ അമ്മ. ഈശ്വരാ, ഞാൻ എൻ്റെ അമ്മയെ പറ്റിച്ചു. അമ്മ എനിക്ക് വേണ്ടി ഈശ്വരനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അയ്യോ, ഞാൻ ചതിയനാണല്ലോ. കൂട്ടുകാരെയും അമ്മയെയും പറ്റിച്ചവൻ. പപ്പീസിന് എന്ത് പറ്റി? കരയാണല്ലോ. എന്താ എന്താ പപ്പീസ്, എന്ത് പറ്റി? സാറേ സാറേ, കരയാതെ കരയാതെ കാര്യം പറയൂ പപ്പീസേ. സാറേ, ഞാൻ എല്ലാവരെയും വഞ്ചിച്ചു. മോനെ, കരയാതെ കാര്യം പറ.
അപ്പോ അതാണ് കാര്യം അല്ലേ? ഉം. മോൻ വിഷമിക്കേണ്ട. മോനെ കുറിച്ച് മോന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. മടിയും അലസതയും ഒരിക്കലും നല്ലതല്ല. പപ്പീസ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കൂട്ടുകാരെ കൊണ്ട് വിറകെടുത്ത് അടുക്കി വെച്ചു. പക്ഷേ പപ്പീസിന്റെ പ്രവൃത്തി നല്ല രീതിയിലായിരുന്നില്ല. സാർ, മോനെ, നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യണം. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം. ജോലിയിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തണം. മനസ്സിലായി സാർ. ആ, മോൻ കരയാതെ എഴുന്നേൽക്ക്. അങ്ങനെ ഇനി നല്ല കുട്ടിയായി വീട്ടിലേക്ക് ചെല്ലേ. ശരി സാർ. ഇനി മുതൽ അമ്മയെ സഹായിച്ച് അലസതയും മടിയും വെടിഞ്ഞ് ഞാൻ നല്ല കുട്ടിയായി ജീവിക്കും. വെരി ഗുഡ്. എങ്കിൽ പപ്പീസ് വീട്ടിലേക്ക് ചെല്ലേ. കഥാവിരുന്ന് കഴിഞ്ഞു. ഇനി കരവിരുന്നിന്റെ മാന്ത്രിക ചെപ്പ് കാണാം. മാണിക്കച്ചെപ്പ്. മാണിക്കച്ചെപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യഥാർത്ഥ സ്നേഹം അവസാനിക്കുന്നില്ല. ട്രൂ ലവ് നെവർ എൻഡ്സ്. അപ്പോൾ അതിന് നമ്മളൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമുക്ക് 4 സ്ക്വയർ പേപ്പർ ആവശ്യമുണ്ട്. അപ്പം അല്പം കട്ടിയുള്ള പേപ്പറാണ് നല്ലത്. അപ്പം ഞാനിവിടെ പേപ്പർ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെള്ള കളറിലുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഈ 2 പേപ്പറിൽ നിന്നാണ് നമുക്ക് വേണ്ട 4 സ്ക്വയറുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഇതിനെ നമുക്ക് സ്ക്വയറാക്കി മാറ്റാം. സ്ക്വയറാക്കി മാറ്റാനായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ വീതിയിൽ ഈ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ ചേർത്ത് മടക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഇങ്ങോട്ട് ചേർത്ത് മടക്കിയിട്ട് അടിയും മുറിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്വയറായിട്ട് കിട്ടും. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ മിച്ചമുള്ള പേപ്പറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ക്വയർ കൂടി എടുക്കുക. അപ്പം നിങ്ങളുടെ പേപ്പർ ചിലപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കില്ല, കുഴപ്പമൊന്നുമില്ല. 4 സ്ക്വയറും തുല്യ വലിപ്പത്തിലുള്ളതാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണ് നല്ലത്. ഇത് വീണ്ടും അതുപോലെ തന്നെ മടക്കുക. രണ്ടാമത്തെ സ്ക്വയർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത 3ാമത്തെ സ്ക്വയർ, അത് നമ്മൾ ഈ വക്കിനെ ഇതിനോട് ചേർത്ത് മടക്കുക. ഇനി ഒരു സ്ക്വയറും കൂടെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് 4 സ്ക്വയർ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ 1ാമത്തെ സ്ക്വയർ, 2ാമത്തെ സ്ക്വയർ, 3ാമത്തെ സ്ക്വയർ, 4ാമത്തെ സ്ക്വയർ. നമുക്ക് ആക്ച്വലി ആക്ടിവിറ്റി ഉണ്ടാക്കുന്നതിന് ഈ ഒരു വരയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയില്ലാതെ ഒരു സ്ക്വയറിൻ്റെ മെഷർമെൻ്റ് എടുത്ത് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. ഇത് സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കോണോട് കോൺ മുറിച്ചിട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുക. ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ പകുതിയാക്കി മടക്കുക. അതായത് ഇതിൻ്റെ എതിരെയുള്ള 2 വക്കുകൾ ഇങ്ങനെ ചേർത്ത് മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് അത് നിവർത്തുക. അപ്പോൾ ഒരു മടക്കുപാട് അവിടെ ഉണ്ടാവും. ഇനി ചെയ്യേണ്ടത് ഇടത്തും വലത്തുമുള്ള വക്കുകളെ ഈ മടക്കുപാടിലേക്ക് മടക്കുക. ഇതിന് ശേഷം മടക്കുപാട് ഉണ്ടാക്കിയതിന് ശേഷം അത് നിവർത്തുക. അപ്പം നമുക്ക് 1, 2, 3 വരകൾ കിട്ടി. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഒരു 90 ഡിഗ്രി ഇങ്ങനെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഇതേ സാധനം തന്നെ വീണ്ടും ചെയ്യുക. അതായത് ഇടത്തും വലത്തുമുള്ള വക്കുകളെ ചേർത്ത് മടക്കുക. ആ മടക്കുപാടിലേക്ക് ഇടതും വലതുമുള്ള വക്കുകളെ മടക്കുക. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇത് നൂർത്ത് കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് ചെറിയ ചെറിയ സ്ക്വയറുകൾ കാണാം. ഇതൊരു സ്ക്വയർ, 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 16 സ്ക്വയറുകളുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ പേപ്പർ ഇപ്പോൾ 16 സ്ക്വയറായിട്ട് നമ്മൾ വിഭാജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടാണല്ലോ നമ്മൾ മടക്കിയത്. ആ ഇപ്പം ഉള്ള മടക്കുകളെല്ലാം നേരെ മറുവശത്തോട്ടും കൂടെ നമ്മളൊന്ന് മടക്കി പാടുണ്ടാക്കി വെക്കും. എല്ലാ മടക്കുകളും നമ്മൾ നേരെ മറുവശത്തോട്ടും കൂടി മടക്കുക.
അപ്പോൾ രണ്ട് വശത്തേക്കും എങ്ങോട്ട് വേണേലും നമുക്ക് മടക്കണമെങ്കിൽ എളുപ്പമായിട്ട്. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം രണ്ട് വശത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി. അപ്പോൾ ഇങ്ങനെ 16 കഷ്ണങ്ങളാക്കി മാറ്റി. ഇതുപോലെ ബാക്കിയുള്ള 3 സ്ക്വയറിലും നമ്മളിങ്ങനെ 16 കളങ്ങൾ ഉണ്ടാക്കണം. ഒരെണ്ണത്തിലേക്ക് അടുത്തത് എടുത്തു കഴിഞ്ഞിട്ട് ഈ പേപ്പറും നമ്മളിപ്പം 16 ഭാഗങ്ങളായിട്ട് മടക്കിയിട്ടുണ്ട്. മടക്കിയ പാടുകൾ രണ്ട് വശത്തോട്ടും വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മടക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് 4ാമത്തെ പേപ്പർ എടുക്കുക. ഇതേ സാധനം തന്നെ വീണ്ടും ആവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ പേപ്പറിലും ഇങ്ങനെ രണ്ട് വശത്തേക്കും മടക്കുപാടുകൾ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ 4 പേപ്പറും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പറിൽ ഇപ്പം ഈ ഒരു പേപ്പർ എടുത്ത് കഴിഞ്ഞിട്ട് ഈ പേപ്പറിനെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഇങ്ങനെ നീളത്തിലിങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇതിനെ 2 ഭാഗങ്ങളായിട്ട് മുറിക്കുക. ഇങ്ങനെ ഇതിനിപ്പോൾ നമ്മളിങ്ങനെ 2 ഭാഗങ്ങളായിട്ട് മുറിച്ചു. ഇതിനെ നമ്മൾ ഇങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് നേരത്തെ ഇങ്ങനെ ചേർത്ത് തന്നെ വെക്കുക. ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുള്ള സ്ക്വയറുകളുണ്ട്, ഈ അറ്റത്തുള്ള സ്ക്വയറുകൾ. ആ സ്ക്വയറുകളിൽ മാത്രം പശ തേക്കുക. ഇനി ചെയ്യേണ്ടത് രണ്ടാമത്തെ വേറൊരു പേപ്പർ എടുക്കുക. ആ പേപ്പറിനെ നമ്മളിങ്ങനെ നീളത്തിൽ ഇങ്ങനെ മടക്കുക. യഥാർത്ഥത്തിൽ ഇപ്പം പ്രത്യേകിച്ച് പടമൊന്നും ഇല്ലാത്ത പേപ്പർ ആയതുകൊണ്ട് എങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പടമുള്ള പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രത്യേകമായിട്ട് മുറിക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ നീളത്തിൽ മുറിക്കുക. ഈ പേപ്പറിന് നേരത്തെ നമ്മൾ ഇങ്ങനെയായിരുന്നു മുറിച്ചത്, ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് മുറിച്ച് 2 കഷ്ണങ്ങളാക്കുക. അപ്പം നമുക്കിതാ ഇങ്ങനെ 2 കഷ്ണങ്ങൾ കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ താഴെ വെച്ചിട്ടുള്ള പേപ്പറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക, കൃത്യമായിട്ട് അറ്റങ്ങൾ ചേർത്ത്. അപ്പം ഇതിൻ്റെ എൻഡിലുള്ള ഓരോ സ്ക്വയേഴ്സ് അതിൽ പശയുള്ളതുകൊണ്ട് അത് തമ്മിലിങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ ഇതും നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുക. ഇതിൻ്റെ ഒരു വശം ഇങ്ങനെയും മറുവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ചെയ്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങാനായിട്ട് നമ്മൾ വിടുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ പതുക്കെ ഇങ്ങനെ മടക്കണം. അതായത് ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു സ്ലിറ്റ് ഉണ്ട്. ആ ഒരു സ്ലിറ്റിനെ നമ്മളിങ്ങനെ തുറക്കുവാണ്. അപ്പോൾ തുറക്കുമ്പം ഇവിടെ ഒരു മടക്ക് പാടുണ്ട്. അപ്പോൾ ആ മടക്ക് പാടിൽ മൊത്തത്തിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു മടക്ക് പാടിൽ മൊത്തത്തിൽ മടക്കുമ്പം ആ ഒരു സ്ലിറ്റിന് ഇത് തൂങ്ങിപ്പോരും. അതുപോലെ ഈ ഒരു പേപ്പറിനെ നമ്മൾ ഇങ്ങനെ ഈ പുറകിലുള്ള മടക്ക് പാടില്ല, ഇവിടെ ആ മടക്ക് പാടിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമ്മൾ പുറകിലുള്ള പേപ്പർ മാത്രം മടങ്ങിയാൽ മതി. ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു ആകൃതിയിലാണ് പേപ്പർ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്തൊരു പേപ്പർ എടുക്കുക. ഈ പേപ്പറിനെ നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പേപ്പർ നമ്മൾ വെർട്ടിക്കലായിട്ട്, രണ്ടാമത്തെ ഹൊറിസോണ്ടലായിട്ട്, മൂന്നാമത്തെ വെർട്ടിക്കലായിട്ട്, നാലാമത്തെ ഹൊറിസോണ്ടൽ. അപ്പോൾ ഒന്നിടവിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന രീതി. ഇതിനെ നമ്മൾ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യണം. അതിങ്ങനെ ഓൾറെഡി മടക്കുപാട് ഉണ്ടാക്കിയിട്ട് ആ മടക്കുപാടിൽ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഇത്രയും സ്ക്വയറുകളിൽ പശ തേക്കുക. ഇപ്പോൾ ഇത്രയും സ്ക്വയറുകൾ നമ്മൾ പശ തേച്ചിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ നമുക്കിനി അഡീഷണൽ ചില സ്ക്വയറിലേക്ക് പശ തേക്കേണ്ടി വരും. അത് ഇത് തേച്ച് കഴിയുമ്പോഴേ നമുക്ക് വ്യക്തമാകും. ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വെർട്ടിക്കലായിട്ട് മുറിച്ചിരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തന്നെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു
മുറിവുണ്ട്. അപ്പോൾ ആ മുറിവ് വരുന്നത് പോലെ മുറിവ് കാണാൻ ഇങ്ങനെ റിലീസ് ചെയ്യുക. അതുപോലെ മറ്റേ സൈഡിലും വെക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ കടലാസിനെ ഇങ്ങനെ നമ്മൾ തുറക്കുക. അപ്പോൾ തുറക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴെയുള്ള പേപ്പർ മൊത്തത്തിൽ ഇങ്ങനെ മടങ്ങുന്ന പോലെ ചെയ്യണം. ഏറ്റവും അടിയിലുള്ള പേപ്പർ നോക്കി ഇങ്ങനെ നമ്മൾ തുറന്നു, ഇങ്ങനെ നമുക്ക് തുറന്നു വന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പശ ഒട്ടിക്കണം. അപ്പം ഇവിടെ ഇപ്പം ഇനി പശ ഒട്ടിക്കേണ്ടത്, അതായത് ഇപ്പം നമുക്ക് വിസിബിളായിട്ട് കാണുന്ന എല്ലാ സ്ക്വയറിലും പശ തേക്കുക. അതുപോലെ ഇപ്പം നാലാമത്തെ പേപ്പർ ഉണ്ടല്ലോ, നാലാമത്തെ പേപ്പറിനെ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യുകയും കൂടെ വേണം. ഇതിൽ നമ്മൾ പശ തേക്കുവാണ്. ഇതിൽ നമ്മൾ പശ തേച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ പേപ്പറിനെ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇത് എന്താ ഇവിടെ ഈ കട്ടുണ്ട്, ആ കട്ട് നമ്മൾ കവർ ചെയ്യാൻ പാടില്ല നമ്മൾ ഒട്ടിക്കുമ്പോൾ. അപ്പോൾ കട്ടിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ഇപ്പം നമ്മളുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി ആക്ച്വലി പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണത്തില്ല എന്നറിയാം. ഇനി ഇതിൽ ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിൽ വെറുതെ ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞെന്തായിരുന്നു, സ്നേഹം അവസാനിക്കുന്നില്ല എന്നല്ലേ. അപ്പോൾ നമ്മൾ അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ എഴുതി വെക്കാൻ പോകാം. ഞാനിതിൽ എഴുതി കാര്യം അപ്പം ആദ്യമേ കാണുന്ന പേപ്പറിൽ നമ്മളിങ്ങനെ ഒരു ലവിൻ്റെ സിമ്പൽ വരയ്ക്കുക. അതിനകത്ത് നമ്മൾ ട്രൂ എന്ന് എഴുതുക, സത്യം അല്ലെങ്കിൽ യഥാർത്ഥം ഉണ്ടോ, ട്രൂ. അതാണല്ലോ നമ്മുടെ ആദ്യത്തെ വാക്യം. അതിനുശേഷം ചെയ്യേണ്ടത് ഇത് പതുക്കെ തുറക്കുക. ഞാൻ തുറക്കുമ്പോൾ നമുക്ക് വേറൊരു പുതിയ പേപ്പർ കിട്ടും. ആ പേപ്പറിൽ നമ്മൾ അടുത്ത വാക്ക് എഴുതുക. അപ്പം അതിൽ ഇവിടെ ഒരു ലവ് സൈൻ നമുക്ക് വരച്ച് വെക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ലവ് എന്ന് എഴുതി. ഇനിയിപ്പം വീണ്ടും ഇതിങ്ങനെ തുറക്കാം. അതായത് കണ്ടോ, വീണ്ടും നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും. അവിടെയും വീണ്ടും ഒരു ലവ് സൈൻ വരച്ച് വെക്കുക. അവിടെ നെവർ എന്ന് എഴുതുക, നെവർ. ഇനിയിപ്പം വീണ്ടും നമുക്ക് തുറക്കാൻ പറ്റും. ഇത് ഇങ്ങോട്ട് ഇവിടെയും വീണ്ടും ഒരു ഹാർട്ട് സൈൻ വരയ്ക്കുക. നമ്മളുടെ നെവർ എൻഡിങ് ലവ് കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കി ഇത് എങ്ങനത്തെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ആദ്യം എഴുതിയിരുന്നത് ഇതാ ട്രൂ അല്ലേ. അപ്പോൾ അത് നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് കാണാം ലവ്. ഇനി വീണ്ടും തുറന്നു കഴിയുമ്പം നെവർ. അടുത്തത് തുറന്നു കഴിയുമ്പം എൻസ്. അപ്പം വീണ്ടും തുറന്നു കഴിഞ്ഞാലോ, വീണ്ടും നമ്മൾ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല, വീണ്ടും തുറന്നാൽ മതി. വീണ്ടും തുറന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ട്രൂ കാണാം, ലവ് ഉണ്ടോ. ഇത് അന്തമില്ലാതെ നിരന്തരം നമുക്കിങ്ങനെ ഈ കാർഡ് തുറന്നുകൊണ്ട് പോകും. യഥാർത്ഥ സ്നേഹം പോലെ ഈ കാർഡിനും അവസാനമില്ല. ഇതിങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് തുറന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ ആക്ടിവിറ്റി ഇഷ്ടമായല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്താ വിഷയത്തിനെ പറ്റി ചെറുതായിട്ടൊന്ന് നോക്കാം. യഥാർത്ഥ സ്നേഹം അവസാനിക്കുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛനെ ഉണ്ടാവും, അമ്മയെ ഉണ്ടാവും, മക്കളെ ഉണ്ടാവും, ഭർത്താവിനെ ഉണ്ടാവും, ഭാര്യയെ ഉണ്ടാവും, സുഹൃത്തുക്കളെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ സ്നേഹമൊക്കെ എങ്ങനെയുള്ള സ്നേഹമാണ്? അവസാനിക്കുന്ന സ്നേഹങ്ങളാണല്ലേ. നമ്മളോട് നമുക്ക് ആഗ്രഹമില്ലാത്ത രീതിയിൽ ഒരാൾ പെരുമാറുമ്പോൾ അവിടെ അവസാനിക്കും നമ്മുടെ സ്നേഹമൊക്കെ. അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യഥാർത്ഥ സ്നേഹം അവസാനമില്ലാത്തതാണ്. അവരെന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും, അവരുടെ ഏത് പ്രവൃത്തി ഉണ്ടായാലും അവരിനോട് നമുക്ക് സ്നേഹമുണ്ടാവുക. അതാണ് ശത്രുവിനോട് പോലും നമുക്ക് സ്നേഹം തോന്നുക. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളെ ഒരാൾ സ്നേഹിക്കുമ്പം അയാളോട് തിരിച്ച് നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അതിന് സ്നേഹം എന്നല്ല പറയുന്നത്, അതിന് കച്ചവടം എന്നാണ് പറയുന്നത്. ഇപ്പം സൂര്യനെ നോക്കുക, സൂര്യൻ എങ്ങനെയാണ് പ്രകാശിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ സൂര്യ എന്ന് പറഞ്ഞ് നമ്മൾ സൂര്യനെ പുകഴ്ത്തിയാൽ മാത്രമേ സൂര്യൻ പ്രകാശിക്കത്തുള്ളൂ? അല്ലല്ലോ. സൂര്യനെ സംബന്ധിച്ച് സൂര്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രകാശം പരത്തുക എന്നുള്ളതാണ്. ആരുടെ മേലും സൂര്യൻ പ്രകാശം പരത്തും, കാരണം സൂര്യൻ്റെ സ്വഭാവം പ്രകാശം പരത്തുക എന്നുള്ളതാണ്. നമ്മളും അതുപോലെ ആയിരിക്കണം. അതല്ലാതെ നമ്മൾ അവനെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തുള്ളൂ, ഇവനെ ഞാൻ സ്നേഹിക്കത്തില്ല, അവളെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തുള്ളൂ, ഇവളെ സ്നേഹിക്കത്തില്ല എന്ന് പറയുമ്പോൾ നാം യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം സ്നേഹം അല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്.
യഥാർത്ഥ സ്നേഹം അവസാനിക്കാത്ത സ്നേഹമാണ്. അവസാനിക്കാത്ത സ്നേഹം പ്രകടിപ്പിക്കാനും കരഗതമാക്കാനും ആവട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ള സ്നേഹം അനുഭവിക്കാനും പ്രകടിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. മറ്റൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓരോ കാഴ്ചയും ആശയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണുന്നത് വരെ ബൈ.